Welcome to plus 2 mathematics classes. Chapter 6 Application of Derivatives. Exercise 6.1 ലെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. The radius of a circle is increasing at the rate of 0.7 cm per second. What is the rate of increase of its circumferences? നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് വാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇക്വേഷൻസ് നമ്മളിതാ ഓരോ എക്സാമ്പിളും ഓരോ എക്സസൈസും വായിച്ചു നോക്കി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് ഡേറ്റാസും കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സസൈസിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. വായിച്ച് ഡേറ്റാസ് പോയിന്റ് ഔട്ട് ചെയ്യാം. The radius of a circle is increasing at the rate of 0.7 cm per second. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ഒരു സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. റേഡിയസിനെ നമ്മൾ ആർ എന്ന് വിളിക്കുന്നു. അതിന്റെ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുന്നു. ഡി ആർ അവിടെ ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു വാട്ട്? അറ്റ് ദ റേറ്റ് ഓഫ് എന്നേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ആ ഈ യൂണിറ്റ് വെച്ചുകൊണ്ട് എന്ത് വെച്ചാണ് റെസ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് ഡി ബൈ വാട്ട് ഡി ടി ടൈം വെച്ചാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. ഡി ആർ ബൈ ഡി ടി ആണ് ഈ തന്നിരിക്കുന്ന 0.7 centimeter per second. The radius of a circle is increasing at the rate of 0.7 centimeter per second എന്ന് വെച്ചാൽ dr by dt is equal to 0.7 centimeter per second. What is the rate of increase of its circumference? സർക്കംഫറൻസിന് നമുക്ക് പി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ് ചോദിക്കുന്നത്. ഡി പി ബൈ ഡി ടി ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ്? ഈ സർക്കംഫറൻസ് അതായത് പി അല്ല പെരിമീറ്റർ എന്നൊക്കെ പറയാം. അതിന്റെ സർക്കിളിന്റെ വരുമ്പോൾ സർക്കംഫറൻസ് എന്നാണ് വിളിക്കുന്നത്. സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ ഓഫ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് ആർ ഈസ് 2πr. 2πr ആണ് അതിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡി പി ബൈ ഡി ടി നമുക്ക് ഇവിടുന്ന് ഇക്വേഷൻ വൈസ് ചെയ്ത് നോക്കിയാൽ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 2π എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. 2π ഇൻറ്റു ആറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. അപ്പൊ ഡി ആർ ബൈ ഡി ടി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. 2π ഇൻറ്റു 0.7 ദാറ്റ് ഈസ് 1.4π. എന്താണ് യൂണിറ്റ് വരുന്നത്? സർക്കംഫറൻസും ആ റേഡിയസിൻ്റെ സെന്റിമീറ്റർ ആണ് തന്നേക്കുന്നത്. അപ്പോൾ സർക്കംഫറൻസ് സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 7th question. The length x of a rectangle is decreasing at the rate of 5 cm per minute and the width y is increasing at the rate of 4 cm per minute. When x is equal to 8 and y is equal to 6, find the rate of change of the perimeter and the area of the rectangle. അപ്പോൾ ഇത് നല്ലതുപോലെ വായിച്ചു നോക്കി മീനിങ് മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് പോയിന്റ് ചെയ്യാം. ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാങ്കിൾ. അപ്പോൾ റെക്ടാങ്കിളിന്റെ കേസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ ലെങ്ത് ആണ് എക്സ് എന്ന് പറയുന്നത്. ലെങ്ത് is equal to x. ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 cm per minute. അപ്പം ഡി എക്സ് ബൈ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എക്സ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു. ഡി എക്സ് ഉണ്ടാകുന്നു. വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു പെർ മിനിറ്റ് ആണ്. അപ്പൊ ഡി ടി എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈനസ് കൂടി കൊടുക്കണം. ഇൻക്രീസിങ്ങിനാണ് ചേഞ്ച് ചെയ്യുന്നു, ഇൻക്രീസിങ്ങിനാണ് പ്ലസ് കൊടുക്കുന്നത്, ഡിക്രീസിങ്ങിന് മൈനസും കൊടുക്കുക. അപ്പം ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 cm per minute എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു -5 cm per minute. ആൻഡ് ദ വിഡ്ത്ത് വൈ. വിഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയും വീതി. ഈക്വൽ ടു y. ഇൻക്രീസ് ചെയ്യാണ്. അതിന്റെ ഡി വൈ ബൈ ഡി ടി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? 4 cm. ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് സൈൻ ചേഞ്ച് ഒന്നുമില്ല. 4 cm per minute. When x is equal to 8 and y is equal to 6, ഇതെന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കേസാണ്. അപ്പം നമുക്ക് പർട്ടിക്കുലർ കേസ് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അന്നേരം അപ്ലൈ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ പെരിമീറ്റർ. ഒന്നാമത്തത് പെരിമീറ്ററിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. ഡി പി ബൈ ഡി ടി എന്താണെന്നും രണ്ടാമത്തെ ബി പാർട്ട് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഡി ഓഫ് എ ബൈ ഡി ടി ആണ്. അപ്പം ഏരിയയുടെയും പെരിമീറ്ററിന്റെയും റെക്ടാങ്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ലെങ്ത് എക്സും വിഡ്ത്ത് വൈയും ആണെങ്കിൽ പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ ഈസ്
പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിരിക്കും അല്ലേ. ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സും വിട്ട് വൈയും ആണെങ്കിൽ 2x പ്ലസ് 2y 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിരിക്കും പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2x പ്ലസ് 2y എന്ന് എഴുതാം. ഇനി ഇതിനകത്തുനിന്ന് ഡി പി ബൈ ഡി ടിയുടെ ഇക്വേഷൻ എഴുതാമല്ലോ. ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2yയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2dy ബൈ ഡി ടി. അപ്പം ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് പെർട്ടിക്കുലർ കേസ് ആയാലും ആ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാൻ ഇവിടെ ഇല്ല. അപ്പൊ പെർട്ടിക്കുലർ കേസിലായാലും അല്ലാതെ ഏത് കേസിലായാലും ഡി പി ബൈ ഡി ടിക്ക് ഒരു വാല്യൂ ഉള്ളൂ. ഏതാണെന്ന് നമുക്ക് നോക്കാം. 2 ഇൻറ്റു -5 പ്ലസ് 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് -10 പ്ലസ് 8 which is equal to -2 centimeter per minute. അപ്പോൾ പെരിമീറ്റർ -2 centimeter per minute ആണ് തന്നിരിക്കുന്നത്. പെർ മിനിറ്റ്. അതിന്റെ മീനിങ് എന്താണ്? പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 2 centimeter per minute അല്ലെ. ഡിക്രീസ് ചെയ്യാണ് ആ മൈനസ് ഉള്ളത്. വാല്യൂ മൈനസ് വരുന്നു എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു 2 centimeter per minute. നമുക്ക് x ഈക്വൽ ടു 8 എന്നും y ഈക്വൽ ടു 6 എന്നും ഒരു പർട്ടിക്കുലർ കേസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഒന്നും ഇല്ല ഇവിടെ ഒരു ഇക്വേഷനിൽ. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആ പർട്ടിക്കുലർ കേസ് എന്നല്ല, ഏത് കേസിലും ഡി പി ബൈ ഡി ടിയുടെ വാല്യൂ ഇതാണ്, -2 centimeter per minute ആണ്. ഇനി നമുക്ക് ഡി എ ബൈ ഡി ടി കാണാം. എന്താണ് ഡി എ ബൈ ഡി ടി? അതായത് ഏരിയ എന്താണെന്ന് നോക്കാം ആദ്യം. ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ, എക്സ് ഇൻറ്റു വൈ. അപ്പൊ ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സും വൈയും ലെങ്തിനെയും ബ്രെഡ്ത്തും ആണ്. അപ്പം അത് രണ്ടും ടൈം വെച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പം എക്സ് ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഡി വൈ ബൈ dx by dt. അപ്പൊ dA by dt യുടെ വാല്യൂ അറ്റ് എ പെർട്ടിക്കുലർ കേസ് ഏതാണ്? x is equal to 8 and y is equal to 6. അപ്പൊ നോക്കാം, x ന്റെ വാല്യൂ 8, dy by dt എന്ന് പറഞ്ഞാൽ 4 പ്ലസ് y യുടെ വാല്യൂ 6, dx by dt എന്ന് പറഞ്ഞാൽ -5. മൈനസ് ഉള്ളതുകൊണ്ട് കുഞ്ഞു ബ്രാക്കറ്റ് എടുത്തു. 8 4s are 32 minus 30 which is equal to 2 centimeter square അല്ലെ, ഏരിയ ആകുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്, which is the required answer. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, a balloon which always remains spherical on inflation is being inflated by pumping in 900 cubic centimeters of gas per second. Find the rate at which the radius of the balloon increases when the radius is 15 centimeter. അപ്പോൾ ഇതിനകത്ത് ഒരു ബലൂണിന്റെ കേസാണ്. ബലൂൺ വീർപ്പിക്കുന്നു, ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഓൾവേസ് റിമെയിൻ സ്ഫെറിക്കൽ എന്ന് പറയും. സ്ഫിയർ ആയിരിക്കും എപ്പോഴും. എന്തിനാ സ്ഫിയർ എന്ന് പറയുന്നത്? ബലൂണിന്റെ ഷേപ്പ് സാധാരണ നമ്മൾ ഒരു ബലൂൺ വീർപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത് അല്ലെ. അപ്പം ഇതിനകത്ത് ഇതിന്റെ ഒരു വോളിയോ അല്ലെങ്കിൽ സർഫസ് ഏരിയയോ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്കറിയാവുന്നത് സ്ഫിയറിന്റെ കേസാണ്. അപ്പൊ ബലൂൺ സ്ഫിയറിന്റെ ഷേപ്പിലുള്ള ഒരു ബലൂൺ ആണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്ഫെറിക്കൽ. സ്ഫിയറിന്റെ കണ്ടീഷൻസ് നമുക്കറിയാം, വോളിയവും സർഫസ് ഏരിയ ഒക്കെ അറിയാം. സ്ഫെറിക്കൽ ഓൺ ഇൻഫ്ലേഷൻ ഇസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ്. അപ്പൊ അത് വീർപ്പിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും പെർ സെക്കൻഡിലും എത്ര ഗ്യാസ് ആണ് പോകുന്നത്? 900 ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഗ്യാസ് കൊടുത്തിട്ടാണ് അത് ഓരോ സെക്കൻഡിലും അത് വീർത്ത് വരുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ തന്നിരിക്കുന്നത്? ഇതിനകത്ത് വരുന്ന അല്ലെ, അകത്ത് വരുന്ന കണ്ടന്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വോളിയം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ യൂണിറ്റ് നോക്കിയാൽ മതി. ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഓരോ സെക്കൻഡിലും. അപ്പൊ നമുക്ക് എന്തിന്റെയാണ് അവിടെ തന്നിരിക്കുന്നത്? വോളിയത്തിന്റെ ചേഞ്ച് ഓരോ സെക്കൻഡിലും dV by dt ആണ് തന്നിരിക്കുന്ന 900 ക്യൂബിക് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടം വരെയുള്ള ഡേറ്റാസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ. ഏതിന്റെയാണ് ഡി കണ്ടുപിടിക്കേണ്ടത്? ഡി ഓഫ് ആർ.
ഡി ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കും ഡി ടി തന്നെയായിരിക്കും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു പർട്ടിക്കുലർ കേസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ ആകുമ്പോഴുള്ള ഡി ആർ ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് വോളിയത്തിന്റെ കാര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതാം. സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ഏതാണ്? 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി ഡി വി ബൈ ഡി ടി എഴുതി നോക്കാം. ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 4/3 പൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് എന്നുള്ളത് 3r² ഡി ആർ ബൈ ഡി ടി. അപ്പൊ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. 3 ഒക്കെ ക്യാൻസൽ ചെയ്തു പോകും. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഈ 3യും ക്യാൻസൽ ചെയ്തു പോയി 4πr² ഡി ആർ ബൈ ഡി ടി ആണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിനകത്തുനിന്ന് ഡി വി ബൈ ഡി ടി ഉണ്ട് ആ പർട്ടിക്കുലർ കേസിൽ അല്ലെ. വെൻ ആർ ഇസ് ഈക്വൽ ടു 15 ആകുമ്പോൾ ആകുമ്പോൾ ഡി വി ബൈ ഡി ടി എപ്പോഴും തുല്യം ഒരേപോലെയാണ്. 900 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ ഇൻറ്റു r². 15 ഇൻറ്റു 15 ഇൻറ്റു ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ആർ ബൈ ഡി ടി. അപ്പൊ ഇതിനകത്തുനിന്ന് ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതി നോക്കാം. ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 900 ഇൻറ്റു 900 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ ഇൻറ്റു 15 ഇൻറ്റു 15 which is equal to 15 ഇൻറ്റു 15 ഇൻറ്റു 4 ആണ് 900 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ദറ്റ് ഈസ് 1/π ആണ് ആൻസർ വരുന്നത്. 1/πയുടെ യൂണിറ്റ് എന്താണ്? റേഡിയസിന്റെ ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിറ്റ് എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ റേഡിയസ് സെന്റിമീറ്റർ ആയിരിക്കും, പെർ സെക്കൻഡും ആയിരിക്കും. ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/π centimeter per second. 9th question. A balloon which always remains spherical has a variable radius. Find the rate at which its volume is increasing with the radius when the latter is 10 centimeter. അപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഹാസ് എ വേരിയബിൾ റേഡിയസ് എന്ന് പറയുന്ന ആർ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഡി ആർ ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡി ആർ ഉണ്ട് അവിടെ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിംഗ് വിത്ത് ദ റേഡിയസ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച്, ഡി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ്സ് വോളിയം ഡി വി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിംഗ് വിത്ത് ദ റേഡിയസ് അനുസരിച്ചുള്ള വോളിയത്തിന്റെ ഇൻക്രീസ് എത്രയാണ്, റേറ്റ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡി വി ബൈ ഡി ആർ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നോക്കി ക്ലിയർ ആക്കുക. അപ്പൊ ഇവിടെ ഡി വി ബൈ ഡി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിംഗ് വിത്ത് ദ റേഡിയസ് എന്നൊരു വാക്കുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. ഡി വി ബൈ ഡി ആർ കണ്ടുപിടിക്കുക. പർട്ടിക്കുലർ കേസിലെ റേഡിയസ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. അപ്പൊ പർട്ടിക്കുലർ കേസിലെ റേഡിയസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത കണക്ക് 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡി വി ബൈ ഡി ആർ ആണ്. അപ്പൊ ഡി വി ബൈ ഡി ആർ അതായത് 6 വെച്ച് ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. 4/3 പൈ കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പൊ ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3r². ഇനി ഡി ആർ ബൈ ഡി ആർ അങ്ങനെയൊന്നുമില്ല. ഇത് ഡി ആർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എക്സ് വെച്ചാണ് വിത്ത് റെസ്പെക്ട് ചെയ്യുന്നെങ്കിൽ എക്സ് ക്യൂബിൻ്റെത് 3x² വന്നാണ്. 6 വെച്ച് വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആർ ക്യൂബിൻ്റെത് 3r² ആണ്. അപ്പൊ ഈ 3യും ഒന്ന് ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് ഇക്വേഷൻ 4πr² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ആർ എന്ന് പറയുന്നത് 4πr² ആണ്. 10 ആകുമ്പോൾ ഉള്ള പർട്ടിക്കുലർ കേസിലെ ഡി വി ബൈ ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ r is equal to 10 ആകുമ്പോഴുള്ള ഡി വി ബൈ ഡി ആർ is equal to what? ഡി വി ബൈ ഡി ആർ is equal to 4 into pi into r², that is 10², which is equal to 400 pi. യൂണിറ്റ് എന്ത് വരും? വോളിയം ആണ് അല്ലെ. വോളിയം അതിന്റെ റേഡിയസ് സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വോളിയം ഈസ് സെന്റിമീറ്റർ ക്യൂബ് പെർ വാട്ട്. താഴെ എന്താ? റേഡിയസ് ആണ്, ഡി ആർ ആണ്. അപ്പൊ അതുകൊണ്ട് താഴെ വോളിയം സെന്റിമീറ്റർ. 400 pi centimeter cube per second centimeter. 10th question. A ladder 5 meter long is leaning against a wall.
the bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm per second. How fast is the height of the wall decreasing when the foot of the ladder is 4 meter away from the wall? നമുക്കിത് ഫിഗർ ആയിട്ടൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ വോളിന്റെ തറയിലെ ഭാഗം, അതുപോലെ ലാഡർ, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ഇതെന്താണ് ചെയ്തത്? If ladder is 5 meter long is leaning against the ladderന്റെ നീളം എന്ന് പറയുന്നത് 5 meter ആണ്. അത് leaning against a wall ചെയ്തു വെച്ചിരിക്കുന്നു. The bottom of the ladder is pulled along the ground away from the wall. ഈ വോളിൽ നിന്നും ഈ ഒരു ബോട്ടം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് വലിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കൂടുകയാണ് അല്ലെ, ഈ ഒരു ഡിസ്റ്റൻസ് കൂടുകയാണ്. ആ ലാഡറും വോളും തമ്മിലുള്ള ലെങ്ത് കൂടുകയാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിക്കുന്നു. ആ പുള്ള് ചെയ്യുന്ന റേറ്റ് പറയുന്നുണ്ട് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 2 സെന്റിമീറ്റർ ഇതിങ്ങനെ നീക്കുവാണ്. ഹൗ ഫാസ്റ്റ് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ വോൾ ഡിക്രീസിങ്. അപ്പൊ ഇവിടെ നീക്കുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ടേക്ക് കുറയും അല്ലെ. അപ്പോൾ ആ ഒരു ലെങ്ത് കുറയും. അപ്പൊ ഈ വലിക്കുന്ന റേറ്റ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. 2 centimeter per second. How fast is the height of the wall decreasing when the foot of the ladder is 4 meter away? ഇതൊരു പർട്ടിക്കുലർ കേസ് ആണ്. ഈ ഒരു ലെങ്ത് 4 മീറ്റർ ആകുന്ന കേസ്, away from the wall. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഒരു ലെങ്ത് x എന്നും ഇത് y എന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് 5 മീറ്റർ ലാഡറിന്റെ ബോട്ടവും വോളും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x. ഒരു ലാഡറിന്റെ ടോപ്പും താഴെ വോളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് y. അപ്പൊ എക്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. y അനുസരിച്ച് y കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അതായത് 4 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്താണ് ഈ ഹൈറ്റിന്റെ ചേഞ്ച്? dy/dt എന്തായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കൊന്ന് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ഒന്ന് എഴുതാൻ നോക്കാം. ലാഡർ ഈസ് 5 മീറ്റർ. അപ്പൊ അതിനു മുൻപേ നമുക്ക് എപ്പോഴും ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത് അല്ലേ. ഒരു ഇക്വേഷൻ വേണം. നേരത്തെ വോളിയം ഉണ്ടായിരുന്നു, ഏരിയ ഉണ്ടായിരുന്നു, അപ്പൊ പെരിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഇക്വേഷൻ വെച്ച് ഫോം ചെയ്ത് അതിനെ ഡെറിവേറ്റീവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതിയത്, ആൻസർ ചെയ്തത്. അപ്പൊ ഇവിടെ ഈ ഒരു ഫോമാറ്റ് ആണ്. ഈ ഒരു ഫോമിൽ നിന്ന് നമുക്ക് ഏത് ഇക്വേഷൻ ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കണം ആദ്യം. ഏത് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാം? എന്താണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും നമുക്കറിയാം, ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ആ ഒരു ലാഡർ വോളിൽ ചാരി വെച്ചിരിക്കുന്നു, ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേ നമുക്കതിന്റെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. അതിനകത്ത് ഇക്വേഷൻ എങ്ങനെ വരും അല്ലെ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. x square plus y square is equal to 5 square എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കയ്യിലുള്ള എന്തൊക്കെയാണ്? ladder is 5 meter, അത് എഴുതി കഴിഞ്ഞു. is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. അപ്പൊ x കൂടിക്കൊണ്ടിരിക്കുന്നു 2 centimeter per second. dx/dt equal to 2 centimeter per second. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ ചേഞ്ച് dy/dt ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. എന്തായാലും നെഗറ്റീവ് വരും, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്താണെന്നാണ് ചോദ്യം. പർട്ടിക്കുലർ കേസിലെ കാര്യവും പറയുന്നുണ്ട്. എക്സിന്റെ വാല്യൂ 4 മീറ്റർ ആകുമ്പോൾ, ആകുമ്പോഴുള്ള പർട്ടിക്കുലർ കേസും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും dy/dt നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ചെയ്തു നോക്കാം. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ട് ഈ ഒരു ഫിഗർ വരയ്ക്കണം ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്. എന്നിട്ട് ബൈ പൈതഗോറസ് തിയറം എന്നെഴുതി x square plus y square is equal to 5 square എന്ന് എഴുതുക. അപ്പൊ എന്നിട്ട് ആ ഇക്വേഷനെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. that is x square plus y square is equal to 25. അപ്പം ഡെറിവേറ്റീവ് 2x dx/dt with respect to t വേണം എടുക്കാൻ, കാര്യം dy/dt ആണ് ചോദ്യം. പ്ലസ് 2y into dy/dt is equal to 0. അപ്പൊ എക്സിന് ആ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സിന് 4 കൊടുക്കുമ്പോഴുള്ള പർട്ടിക്കുലർ കേസിൽ dy/dt അല്ലേ ചോദ്യം. നമ്മുടെ കയ്യിൽ എക്സ് ഉണ്ട്, എക്സ് 4 ആണ്. dx/dt ഉണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. വൈയുടെ വാല്യൂ ഉണ്ടോ? dy/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൈയുടെ വാല്യൂ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് dy/dt കണ്ടുപിടിക്കാമായിരുന്നു. ഇനി വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 5,
ഇത് 4 ആകുന്ന പർട്ടിക്കുലർ കേസ്. ആ പർട്ടിക്കുലർ കേസിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? അതൊരു പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ 25 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് 16 which is equal to 9. 9 y സ്ക്വയർ ആണ് 9 ആയത്. വൈയുടെ വാല്യൂ അപ്പൊ എന്തായാലും പർട്ടിക്കുലർ കേസിൽ 3 വരും. ഓക്കെ, എനിക്ക് കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കാമല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് എഴുതാം. when x is equal to 4 which implies y is equal to 3. ഈ ലാഡർ മാറുന്നില്ല. ലാഡറിന്റെ വാല്യൂ 5 മീറ്റർ ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അതിന്റെ ലെങ്ത് കൂടിയും കുറയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ y equal to 3 വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. അപ്പൊ ഇതിന് ഒരു 1 എന്നൊരു പേരൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? 4 dx by dt യുടെ വാല്യൂ 2 പ്ലസ് 2 ഇൻറ്റു വൈയുടെ വാല്യൂ 3 ഇൻറ്റു dy by dt is equal to 0. അപ്പൊ നമുക്ക് കിട്ടിയത് 8 into 16 plus 6 dy by dt is equal to 0. That is 6 dy by dt is equal to minus 16 dy by dt is equal to minus 16 by 6, that is minus 8 by 3 centimeter per second. നമുക്ക് മൈനസ് കിട്ടുമെന്ന് തന്നെ അറിയാമായിരുന്നു അല്ലെ. കാര്യം എന്താ, കുറയും. വൈയുടെ വാല്യൂ എന്തായാലും കുറയുകയാണ്. വൈക്സിന്റെ വാല്യൂ കൂടുന്തോറും വൈയുടെ വാല്യൂ കുറയുകയാണ്. അപ്പം 8 by 3 centimeter per second, decreasing 8 by 3 centimeter per second, and dy by dt is equal to minus 8 by 3 centimeter per second. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ എഴുതാം. The question എങ്ങനെ എഴുതും? The height of the wall is decreasing 8 by 3 centimeter per second. അങ്ങനെ എഴുതണം. 11th question. A particle moves along the curve x6y is equal to x cube plus 2. Find the points on the curve at which the y coordinate is changing 8 times as fast as the x coordinate. അപ്പൊ ഇവിടെ ഇക്വേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഒരു കർവിന്റെ ഇക്വേഷൻ ആണ്. 6y is equal to 6y is equal to x cube plus 2. ഈ ഒരു കർവിന്റെ ഇക്വേഷനിൽ കൂടി നമുക്കൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യാണ്. അപ്പം അതായത് നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം. ഒരു ഗ്രാഫ്, ഇത് ഒരു എക്സ് അല്ലെ, y is equal to x square എന്നുള്ളതിന്റെ ഗ്രാഫാണ്. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. ഈ കർവിൽ കൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾ എവിടെ വന്നിരുന്നാലും അതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എവിടെയുള്ളതായിരിക്കും? ആ പാർട്ടിക്കിൾ ഉള്ളതായിരിക്കും എന്നുള്ള മീനിങ് ഉള്ളൂ. ആ ഒരു പാർട്ടിക്കിളിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആ ഒരു കർവിലെ പോയിന്റ്സ് ആയിരിക്കും. അതായത് എക്സ് കറസ്പോണ്ടിങ് വാല്യൂ, വൈ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ വൈ ആക്സിസിലായിരിക്കും, വൈ കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂ ഇവിടെയും കാണും. അങ്ങനെയുള്ള മീനിങ്. Find the points on the curve. Point ആണ് കണ്ടുപിടിക്കേണ്ടത്. At which the y coordinate is changing. But dy by dt ആണല്ലേ. y coordinate is changing. dt തന്നെയാണ്, നമുക്ക് dt അങ്ങ് എടുക്കാം. കാര്യം പ്രത്യേകിച്ചൊന്നും പറയാത്ത സാഹചര്യത്തിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. At which the y coordinate is changing 8 times as fast as x coordinate. x coordinateന്റെ ചേഞ്ചിന്റെ 8 times y coordinate ചേഞ്ച് ചെയ്യുന്നു. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിലെ പോയിന്റുകൾ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് എടുക്കാം. ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1. 6 dy by dt is equal to x cube ന്റെ ഡെറിവേറ്റീവ് 3x square dx by dt plus 2 ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഇനി dy by dt ക്ക് പകരം നമുക്ക് 8 dx by dt എന്ന് എഴുതാം അല്ലെ. 6 into 8 dx by dt. അങ്ങനെയാണല്ലോ. dy by dt എന്ന് പറഞ്ഞാൽ 8 into dx by dt ആണ്. is equal to 3x square dx by dt. ഇതിനകത്ത് നമുക്ക് രണ്ട് സൈഡിലും dx by dt കിടക്കുകയാണ്. dx by dt ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 3x square is equal to 6 into 8. x square is equal to എത്ര വരും? 6 into 8 by 3. 8 into 2 is equal to 16. x square 16 ആണെങ്കിൽ x ന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 4. അതായത് പ്ലസ് 4ഉം വരാം
-4 വരാം. നമ്മുടെ എയിം എന്താണ്? ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് dy/dt = 8 × dx/dt സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിലെ പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ പോയിന്റ്സ്. നമുക്കൊരു എക്സ് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു, 2 എക്സ് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു. x = 4 + 4 x = -4 കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ കറസ്പോണ്ടിങ് y കോർഡിനേറ്റും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് ആയി അല്ലെ, പോയിന്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആയി. അപ്പോൾ ഇതിന്റെ y കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇക്വേഷൻ എന്താണ്? 6y = x³ + 2 ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിനെ എക്സിന് 4 കൊടുക്കുമ്പോഴോ 6y = 4³ + 2 64 + 2 66. വൈയുടെ വാല്യൂ 11. അപ്പോൾ വൈയുടെ വാല്യൂ 11 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? പോയിന്റ് is 4 11. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത എക്സിന് -4 കൊടുക്കുന്ന ഒരു പോയിന്റും കൂടിയുണ്ട്. ദാറ്റ് ഈസ് 6y = -4³ + 2. That is -64 + 2 is equal to -62. y is equal to -62/6. നമുക്കൊരു 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. -31/3. അപ്പം ആ ഒരു കേസിൽ the point is -4 -31/3. അപ്പം നമുക്ക് 2 പോയിന്റ്സ് ആണ് കിട്ടിയത്. at which the condition is dy/dt is equal to 8 × dx/dt. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് 4 × 411 രണ്ടാമത്തെ പോയിന്റ് -4 -31/3. 13th question. A balloon which always remains spherical has a variable diameter 3/2 2x + 1. Find the rate of change of its volume with respect to x. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ബലൂണാണ്. ബലൂൺ സ്ഫിയർ ഷേപ്പിലുള്ളതാണ്, സ്ഫെറിക്കൽ ആണ്. ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത് d. d എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × റേഡിയസ് ആണ്, 2r ആണ് തന്നിരിക്കുന്നത്. 3/2 2x + 1. അതിന് വേരിയബിളും ആണെന്ന് പറയുന്നു. വേരിയബിൾ ആണെങ്കിൽ x ഉള്ളത് കൊണ്ട് വേരിയബിൾ ആണെന്ന് പറയാം. എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് റേഡിയസിന്റെ വാല്യൂ മാറും. അതൊരു റേഡിയസിന് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടെന്ന് പറയാം. വേരിയബിൾ ഡയമീറ്റർ ആണെന്ന് പറയാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം. വോളിയത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വാട്ട്? വിത്ത് റെസ്പെക്ട് ടു എക്സ്. റേഡിയസിൽ തന്നിരിക്കുന്ന വേരിയബിൾ അനുസരിച്ചാണ് വോളിയം വ്യത്യാസപ്പെടുന്നത്. അപ്പൊ dv/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 4/3 πr³ സ്ഫിയർ ആയതുകൊണ്ട്. അപ്പൊ dv/dx നോക്കാം. dv/dx ഇതിനകത്ത് തന്നെ എഴുതി നോക്കാം. dv/dx is equal to 4/3 × π × 4/3 π കോൺസ്റ്റന്റ് ആണ്. r³ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3r² dr/dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ആറിനെ വീണ്ടും എക്സ് വെച്ചും കൂടി ഒന്ന് വേരിയബിൾ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി, അവിടെ ഇട്ടേക്കട്ടെ. അതിനകത്തുനിന്ന് ആറിന്റെ വാല്യൂവും dr/dxും കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് dv/dxന്റെ വാല്യൂ എഴുതാം. ഇനി ആറിന്റെ വാല്യൂ എത്രയാണ്? 2r ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ. ആറിന്റെ വാല്യൂ 3/4 3/2/2 വരുമ്പോൾ 3/4 × 2x + 1. dr/dxോ ഈ ആറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ 3/4 കോൺസ്റ്റന്റ് ആണ്. 2x + 1ന്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഈ 2xന്റേത് 2 + 1ന്റേത് 0 which is equal to 3/2. അപ്പോൾ dr/dxന്റെ ഈ ആറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഒന്നാമത്തെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dv/dx is equal to, അപ്പോൾ ഈ dv/dxനത് ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ എഴുതാം അല്ലെ. 3യും 3യും കൂടെ ക്യാൻസൽ ചെയ്യാം. 4πr² dr/dx. അപ്പം dv/dx is equal to 4πr². ആറിന്റെ വാല്യൂ 3/4² 2x + 1² ഇവിടെ കിടപ്പുണ്ട് ആറിന്റെ വാല്യൂ. അതുപോലെ dr/dx എന്ന് പറയുന്നത് 3/2. ഇനി ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 4π × 9/16 × 2x + 1² × 3/2. അപ്പോൾ 4 ക്യാൻസൽ ചെയ്യാം. What is the answer? It is 4. 9 3s are 27. 2x + 1² by 4 × 2 is 8. അപ്പോൾ യൂണിറ്റ് പറയുന്നില്ല, സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ ഒന്നും പറയുന്നില്ല, യൂണിറ്റ് എന്ന് എഴുതിയിരുന്നാൽ മതി. 14th question. Sand is
pouring from a pipe at the rate of 12 centimeter cube per second. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the radius of the base. How fast is the height of the sand cone increasing when the height is 4 centimeter? അപ്പോൾ ഈ height is 4 centimeter എന്നുള്ളത് പർട്ടിക്കുലർ കേസ് ആണ്. ബാക്കി നമുക്ക് നോക്കാം. സാൻഡ് ഈസ് pouring from a pipe. പൈപ്പിൽ നിന്ന് സാൻഡ് വീഴുന്നു. ഏത് ഫോമിലാണ് വീഴുന്നത് ഒരു കോൺ ഷേപ്പ് ഫോമിലാണ്. അപ്പോൾ കോൺ എന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ഈ മണൽ ഇങ്ങനെ വീഴുമ്പോൾ അതൊരു കോൺ ഷേപ്പിൽ ഫോം ചെയ്യുന്നു. ആ പൈപ്പിൽ നിന്നും വീഴുന്ന മണലിന്റെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതിന്റെ വോളിയം 12 സെന്റിമീറ്റർ ക്യൂബാണ് വീഴുന്നത് പെർ സെക്കൻഡ്. അതായത് ഇത് ഇത്രയും ഒരു വോളിയം ഉണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഈ 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് വോളിയം ഓഫ് ദ കോൺ. വോളിയം ഓഫ് ദ കോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വരുന്ന മണലിന്റെ അളവല്ലേ, അതല്ലേ ഈ ചെറുതായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വോളിയത്തിന്റെ ചേഞ്ച്, സ്മോൾ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു dt ടൈം എന്ന് പറയുന്നതാണ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആയിട്ട് കിട്ടിയത്. The falling sand forms a cone on the ground in such a way that the height of the cone എന്ന് പറഞ്ഞാൽ ഈ height of the cone is always 1/6 of the radius of the base. Radius ഇതാണ്, ബേസിന്റെ റേഡിയസ് r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ ബേസിന്റെ h എന്ന് പറയുന്നത് 1/6 ഓഫ് ദി റേഡിയസ് ഓഫ് ദ ബേസ്. h അതായിരിക്കും h is equal to 1/6 into റേഡിയസ് ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കും. It always 1/6 of the radius of the base. How fast is the height of the sand cone increasing? h increase ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, കോൺ ഫോം ചെയ്യുമ്പോൾ x increase ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ dh by how fast ആണ്, ടൈമിനനുസരിച്ച് h എത്ര കൂടുന്നു, dh by dt ആണ് ചോദിച്ചിരിക്കുന്നത്. How fast is the height of the sand cone increasing when the height-ന്റെ particular case 4 centimeter ആകുമ്പോൾ dh by dt എത്ര? അപ്പം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ കോണിന്റെ വോളിയം ഓഫ് ദ കോണിന്റെ ഇക്വേഷൻ എത്രയാണ്? കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ 1/3 pi r square h. അതാണ് വോളിയം ഓഫ് ദ കോൺ. അതിന്റെ ഇക്വേഷൻ ഒന്നും ക്വസ്റ്റ്യൻ തരില്ല, അതൊക്കെ നമുക്ക് അറിയേണ്ടതാണ്. 1/3 pi r square h. dv by dt എഴുതാമല്ലോ ഇതിനകത്തുനിന്ന്. dv by dt എഴുതാം. which is equal to 1/3 pi കോൺസ്റ്റന്റ് ആണ്, r square h ആണ് അല്ലെ. r square r h ഒക്കെ തമ്മിൽ ബന്ധമുള്ളതാണ്. അപ്പൊ d of r square h. അപ്പൊ അത് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാമല്ലോ. d of r square h. That is r square first function into dh by dt plus second function into 2r dr by dt. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ dh by dt കണ്ടുപിടിക്കാം. at the particular case h is equal to 4. അപ്പൊ നമുക്ക് നോക്കാം r-ന്റെ വാല്യൂ എന്താ? 6h ആണ് അല്ലെ. h 4 ആണെങ്കിൽ r എത്രയായിരിക്കും? 4 into 6 ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എഴുതാം. r-ന്റെ വാല്യൂ ഉണ്ട്. dh by dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. h into 2r into dr by dt. അപ്പൊ dr by dt ഒക്കെ ഈ ഇക്വേഷനിൽ നിന്ന് എടുത്തെഴുതാൻ സാധിക്കും. നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം. അതായത് ഈ നമുക്ക് കിട്ടിയ ഇക്വേഷനിലെ ഓരോ ഡേറ്റാസും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കാം. dv by dt എത്രയാണ്? dv by dt ഉണ്ട് അല്ലെ. dv by dt നമുക്ക് ആദ്യം തന്നത് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനിയുള്ളത് r-ന്റെ വാല്യൂ പർട്ടിക്കുലർ കേസിൽ h is equal to 4 ആകുമ്പോൾ r-ന്റെ വാല്യൂ ഇവിടുന്ന് കിട്ടും. h is equal to 1/6 into r എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം h-ന്റെ വാല്യൂ 4 ആകുമ്പോൾ r-ന്റെ വാല്യൂ 24 ആണ്. r-ന്റെ വാല്യൂ 24. അടുത്തത് dh by dt, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമുക്ക് വേണ്ടത് ഈ ഇക്വേഷനിൽ. h-ന്റെ വാല്യൂ 4 ഉണ്ട്. അതുപോലെ 2r dr by dt, r-ന്റെ വാല്യൂ ഉണ്ട്. dr by dt എന്താണ്? dr by dt കൂടി നമുക്ക് വേണമെങ്കിൽ h-ന്റെ ഫോമിലോട്ട് എഴുതാം. ദാറ്റ് ഈസ് h is equal to 1/6 r ആണ്. dh by dt is equal to 1/6 into dr by dt. വേണമെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആദ്യമേ h-നെ നമുക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇക്വേഷൻ എഴുതാമായിരുന്നു. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കാതെ ചെയ്യാമായിരുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഈ രീതിയിലായാലും പ്രശ്നമൊന്നുമില്ല.
അപ്പം നമുക്ക് ഇതിനകത്ത് എല്ലാം കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഡി എച്ച് ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടിയും കൂടെ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി എന്ന് എഴുതാം. നമുക്ക് ഇക്വേഷൻ അകത്തോട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. ദാറ്റ് ഈസ് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ഇത് 12 is equal to 1/3 pi ബ്രാക്കറ്റിനകത്ത് r സ്ക്വയർ ദാറ്റ് ഈസ് 24 സ്ക്വയർ. ഡി എച്ച് ബൈ ഡി ടി അറിയില്ല, അതുപോലെ എഴുതി. പ്ലസ് h ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു r ഇൻറ്റു ദാറ്റ് ഈസ് 24 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ദാറ്റ് ഈസ് 6 ഡി എച്ച് ബൈ ഡി ടി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. 12 is equal to pi by 3 into ഇതെന്ന് പറയുന്നത് 24 square is 576 dh by dt പ്ലസ് ഇത് ഇത്രയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1152 dh by dt എന്ന് കിട്ടും. ഇതിനോട് ആഡ് ചെയ്യാം നമുക്ക്. 12 ഇതിങ്ങോട്ടും എടുക്കാം. 12 into 3 by pi is equal to ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1728 അല്ലേ, ഡി എച്ച് ബൈ ഡി ടി. ഇതിനകത്തുനിന്ന് ഡി എച്ച് ബൈ ഡി ടിയുടെ വാല്യൂ എഴുതാം. ഡി എച്ച് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 3 ബൈ 1728 ഇൻറ്റു പൈ. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1/48 പൈ എന്ന് വരും. ഡി എച്ച് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/48 പൈ. യൂണിറ്റ് എന്താണ് പറയുന്നത്? സെന്റിമീറ്റർ ക്യൂബ് എന്ന് ആദ്യം 12ന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനെ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. 15th question. The total cost Cx in rupees associated with the production of x units of an items is given by Cx is equal to ഒരു equation ആണ്, quadratic equation. Quadratic അല്ല, third degree polynomial ആണ്. Find the marginal cost when 17 units are produced. ഇനി മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മാർജിനൽ കോസ്റ്റ് MC ആണ് നമ്മൾ പറയുന്ന മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ it is defined as the rate of change of total cost of the output. Rate of change of total cost. Rate of change എന്ന് പറഞ്ഞാൽ നമ്മൾ d by d of what? എന്താണ്? t ആണെങ്കിൽ t, x ആണെങ്കിൽ x. മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ d by d of cx. ടോട്ടൽ കോസ്റ്റ് ആണല്ലോ ഇവിടെ സി എന്ന് കാണിച്ചിരിക്കുന്നത്. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് വെച്ച് റെസ്പെക്ട് ചെയ്യുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേറൊരു വാക്ക് കൂടിയുണ്ട്, മാർജിനൽ റവന്യൂ. അതും ഇതുപോലെ തന്നെ ഡി ബൈ ഡി എക്സ് ആണ്, എക്സ് ഔട്ട്പുട്ട് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് റവന്യൂ ആർ എക്സ് ടോട്ടൽ റവന്യൂവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റിന്റെ മാർജിനൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് കൊമേഴ്സിനകത്തൊരു കാര്യമാണ്, ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സി എക്സ് തന്നിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഈ സി എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എന്നേ ഉള്ളൂ മീനിങ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സി എക്സ്. സി എക്സ് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 0.007 x cube minus 0.003 x square plus 15x plus 4000. ഇതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 007 ഇൻറ്റു 3x സ്ക്വയർ മൈനസ് 0.003 ഇൻറ്റു 2x പ്ലസ് 15. ഇതാണ് മാർജിനൽ കോസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് മാർജിനൽ കോസ്റ്റ് വെൻ 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഔട്ട്പുട്ട് ആണ് എക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം? ഇവിടെ 17 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല ഇവിടെയും കൊടുക്കണം 17. ഇവിടെ അല്ലല്ലോ എക്സിന്റെ വാല്യൂ, ഇത് 17 വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റിക്വയർഡ് ആൻസർ MC is equal to 20.2967 റുപ്പീസ് ആണ്, എമൗണ്ട് ആണ് അല്ലെ, റുപ്പീസ് 20.967. 15th ക്വസ്റ്റ്യനിലും ഇതേപോലെ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. 15th ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ചെയ്തത്. 16th ക്വസ്റ്റ്യൻ ദ ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ്. റവന്യൂ തന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലത്തെ. സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്സ് ഇസ് പ്രൊഡക്റ്റ് ഇസ് ഗിവൺ ബൈ
ഫൈൻഡ് ദ മാർജിനൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് പോലെ തന്നെയാണ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂവിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. റവന്യൂ ആണ് തന്നിരിക്കുന്നത്, RX ആണ് തന്നിരിക്കുന്നത് 13x². അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ, അതായത് 13 × 2x പ്ലസ് 26 × 1, അതാണ് അതിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കണം, വെൻ x = 7 എന്ന് പറയുന്നുണ്ട്. ആ പർട്ടിക്കുലർ കേസിൽ 7 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ടോട്ടൽ റവന്യൂ വരും. ആൻസർ കിട്ടേണ്ടത് ₹208, 208 രൂപയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി 17th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 17th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ആ ഓപ്ഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. The rate of change of area of a circle with respect to its radius r at r is equal to 6 cm. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏരിയയുടെ ഇക്വേഷൻ s/r², അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2πr, ആറിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ r, അതായത് റേഡിയസിന്റെ വാല്യൂ 6 ആണെന്ന് പറയുന്നുണ്ട്. അതിന്റെ വാല്യൂ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 2πr സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 12π ആണ് വരുന്നത്. ആൻസർ ഈസ് ബി, 12π. 18th question, the total revenue in rupees received from the sale of x units of a product is given by the marginal revenue. ഇപ്പം നമ്മൾ ചെയ്ത മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിന് എന്ത് കൊടുക്കണം, എക്സിന് 15 കൊടുക്കണം. ഇപ്പം ചെയ്തതുപോലെ തന്നെയാണ് അത് ചെയ്തു വരുമ്പോൾ ആൻസർ നമ്മൾ 126 ആണ് വരുന്നത്, ഓപ്ഷൻ ഡി. അപ്പോൾ ഈ ഒരു സെക്ഷൻ തീർന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഈ സെക്ഷൻ ചെയ്യാൻ. നമുക്ക് കുറച്ച് ശ്രദ്ധിച്ച് അതിൻ്റെ വാക്കുകൾ വൃത്തിയായിട്ട് ഡിറൈവ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആണിത്.